ഞങ്ങളുടെ കയ്യിലുണ്ട് പഴയ കാര്യങ്ങളെല്ലാം. അതിലേക്കൊന്നും ഞാൻ വ്യക്തിപരമായി ഞാനൊന്നും പോകുന്നില്ല, പറയുന്നില്ല. അതാണ് പണ്ട് ന്യൂസ് നൈറ്റിലൊക്കെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. സ്ഥാനാർത്ഥി പട്ടിക ഉടനെ ഉണ്ടാകുമോ? സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ വരും. അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട. സാധാരണഗതി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമല്ലോ. അതേ രീതിയായിരിക്കും. പ്രേംകുമാർ, സുരേഷ്, അങ്ങനെ പല പേരുകളും ഇപ്പോൾ UDF-ന്റെ പട്ടികയിലേക്ക് വരികയാണ്. അതൊക്കെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണോ, അവിടെ നിന്ന് അസംതൃപ്തരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ? അങ്ങനെയല്ല, ധാരാളം ആളുകൾ ഇപ്പോൾ ഇടതുമുന്നണിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ധാരാളം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ UDF-ലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെ ആരും സ്ഥാനാർത്ഥിത്വം ഒന്നും ചോദിച്ചിട്ടില്ല. അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് പാർട്ടിയുടെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ തീരുമാനിക്കും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ക്ഷാമം ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും പിണറായി വരുമെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയാണ്, മുതിർന്ന നേതാവാണ്. മണിശങ്കർ